ബ്രൂവറി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്. മുഖ്യമന്ത്രിയുടേത് ജനങ്ങളോടുള്ള വെല്ലുവിളി. മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിൽ ആദ്യം മുതൽ ദുരൂഹതയുണ്ട്. ബ്രൂവറി ആരംഭിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ജനം ടിവിയോട് പറഞ്ഞു. അരുൺ ആലത്തൂരിന്റെ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഉറച്ച നിലപാടിലാണ് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും. ഇന്നലെ സഭയിൽ ഉൾപ്പെടെ ഇത് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തതാണ്. എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റായ രേവതി ബാബു ചേരുന്നുണ്ട്. എങ്ങനെയാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ കാര്യങ്ങളെ കാണുന്നത്? വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. കാരണം മുഖ്യമന്ത്രി പോലുള്ള ഒരു വലിയ വ്യക്തിയിൽ നിന്നും ഇത്ര 140 കോടി ജനങ്ങൾക്ക് വേണ്ടി പറയേണ്ടുന്ന ഒരു വ്യക്തി വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. അത് എലപ്പുള്ളിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ ഒരിക്കലും മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല. നമ്മുടെ പഞ്ചായത്തിലെ 55,000 ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ സംസാരിച്ചത്. അത് ഈ നാട്ടിലെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുന്ന, മണ്ണിനെ സ്നേഹിക്കുന്ന, കൃഷിയെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്നവരെ ഇത് കേൾക്കും. ഇത് മുഖ്യമന്ത്രിയുടെ ഈ ഒരു മറുപടി പ്രസംഗത്തിന് തക്കതായിട്ടുള്ള മറുപടി ഈ നാട്ടിലെ ജനങ്ങൾ കൊടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കുടിവെള്ള ക്ഷാമമൊന്നുമല്ല ഇവിടെ കാര്യം, വ്യവസായത്തിന് വെള്ളം കൊടുക്കേണ്ടതെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ ചോദിക്കുന്നത്. അതെ, മുഖ്യമന്ത്രി പറയുന്നത് വ്യവസായത്തിന് വെള്ളം കൊടുക്കുന്നത് ഒരു മഹാപാപമല്ല എന്നാണ് പറയുന്നത്. ആദ്യം വ്യവസായം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഈ പഞ്ചായത്തുമായിട്ട് എന്തെങ്കിലും ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. അധികാരം ജനങ്ങളിലേക്ക് താഴെത്തട്ടിലേക്ക് പഞ്ചായത്തിലേക്ക് എന്ന് ആവർത്തിച്ച് പറഞ്ഞു. നമ്മുടെ ഭരണഘടനയിൽ വിഭാവനം ചെയ്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന് കിട്ടിയിട്ടുള്ള അധികാരങ്ങളെ കവർന്നെടുക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം. എന്നാൽ ഇത്രയും വലിയൊരു കമ്പനി വരുന്ന സമയത്ത് പഞ്ചായത്തുമായിട്ട് ഒരു അഭിപ്രായം അന്വേഷിക്കുക, ആരായുക. കാരണം റെഡ് സോണിൽ കിടക്കുന്ന ചിറ്റൂർ ബ്ലോക്കും മലമ്പുഴ ബ്ലോക്കും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. 22-ലെ കുടിവെള്ളത്തിൻ്റെ കണക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ഈ ബ്ലോക്കുകളെ, ഈ ചിറ്റൂർ ബ്ലോക്കിൽ പെടുന്നതാണ് എലപ്പുള്ളി പഞ്ചായത്ത്. ഈ പഞ്ചായത്തിൽ ഡ്രൈ ആയിട്ടുള്ള മേഖലയാണ് കിഴക്കൻ മേഖല. ഈ മേഖലയിൽ കൃഷിക്കും മനുഷ്യനും പ്രകൃതിക്കും മണ്ണിനും ദോഷം ചെയ്യുന്ന ഈ ഒരു കമ്പനി വരുന്നതിനോട് ശക്തമായ എതിർപ്പുണ്ട്. മുഖ്യമന്ത്രി ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പുതുതായിട്ട് ഈ ഒയാസിസ് കമ്പനി ആണെങ്കിലും അല്ലെങ്കിൽ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണെങ്കിലൊക്കെ പറയുന്നത് 5 ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിച്ചിട്ട് അതിൽ നിന്ന് മദ്യത്തിന് വേണ്ട വെള്ളം കണ്ടെത്തും. അതല്ലാതെ ഈ ജല അതോറിറ്റിയിൽ നിന്ന് വാങ്ങുന്ന വെള്ളമൊക്കെ മറ്റാവശ്യങ്ങൾക്കാണ്, അത് പിന്നെ ആവശ്യമെങ്കിൽ മാത്രമേ വാങ്ങുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതായത് മഴയുണ്ടെങ്കിലല്ലേ മഴവെള്ള സംഭരണിയിൽ വെള്ളം ഉണ്ടാവുള്ളൂ. പ്രകൃതിയെ നശിപ്പിച്ചിട്ട് എവിടെ നിന്നാണ് മഴ ലഭിക്കുന്നത്? അപ്പോൾ മണ്ണും ജലവും പ്രകൃതിയും സംരക്ഷിച്ചും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പഞ്ചായത്താണ് ഈ. നമ്മുടെ പാടശേഖരങ്ങളിൽ കാർബണിൻ്റെ അളവ് കുറച്ചും കൊണ്ട് കർഷകരെ സഹായിച്ചു കൊണ്ട് വരികയാണ്. അത്തരം ഒരു പ്രവർത്തനം കേരളത്തിൽ ഏത് പഞ്ചായത്തും നടത്തിയിട്ടില്ല. നമ്മുടെ പഞ്ചായത്താണ് നടത്തുന്നത്. പൊല്യൂഷൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരുന്ന ഒരു പദ്ധതിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണ്. കേര കർഷകരെ സഹായിക്കാൻ കേര സമൃദ്ധിയുമായിട്ടും കൃഷി സമൃദ്ധിയുമായിട്ടും ശ്രീയുമായിട്ടും ഒക്കെ മുന്നോട്ട് പോകുന്ന ഈ ഒരു പഞ്ചായത്തിൽ ഞാൻ ചോദിക്കട്ടെ, പഞ്ചായത്ത് നിരവധിയായിട്ടുള്ള മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണിത്. 21-22 അന്നാരും പ്രശംസിക്കാനുണ്ടായിരുന്നില്ല. ഇന്ന് പഞ്ചായത്തിന് നേർക്ക് എല്ലാവരും കുതിരകയറ്റം നടത്തുകയാണ് ചെയ്യുന്നത്. പറയുന്ന ഈ വെള്ളം, അതായത് മഴവെള്ള സംഭരണി നിർമ്മിച്ചിട്ട് വെള്ളം കണ്ടെത്തുക, അത് പ്രായോഗികമാണ്? ഒരിക്കലും പ്രായോഗികമല്ല. മഴവെള്ള സംഭരണി നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ വർഷങ്ങളായിട്ട് മഴവെള്ളം റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നവരാണ്. നമുക്കറിയാലോ എത്ര കാലത്തേക്കാണ് മഴയുണ്ടാകുക, എത്ര മഴയുണ്ടാകുക, ബാക്കി മാസങ്ങളിൽ എന്ത് ചെയ്യും ഇവർ? മഴ കുറവുള്ള പ്രദേശമാണല്ലോ, മഴ നിഴൽ പ്രദേശത്തിൽ പെടുന്ന സ്ഥലമാണല്ലോ. ഇതെന്താ മുഖ്യമന്ത്രിക്ക് അറിയാത്തതാണോ? ഇതിൻ്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ളവർക്ക് അറിയാത്തതാണോ? എല്ലാവരുടെയും കൂടിയിട്ടുള്ള എനിക്ക് പറയാനുള്ളത് ഇതിൽ വലിയൊരു അഴിമതിയാണ്. ആ അഴിമതിക്കാർക്ക് പൂശിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയും പാർട്ടി സഖാക്കളും ഒക്കെ സംസാരിക്കുന്നത്. അത് തികച്ചും ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുതന്നെയാണ് ഈ മുഖ്യമന്ത്രിയുടെ സഭയിലെ പ്രതികരണങ്ങൾ. ഈ കമ്പനിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള നിലപാട്, ഇതൊക്കെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്നുള്ളതാണ് എലപ്പുള്ളി പഞ്ചായത്ത് പറയുന്നത്. ഒപ്പം തന്നെ ഈ ഒയാസിസ് കമ്പനി പറയുന്നത് പോലെ ഈ മഴവെള്ള സംഭരണി നിർമ്മിച്ചുകൊണ്ടൊന്നും ഈ മദ്യനിർമ്മാണം ഇവിടെ പ്രായോഗികമല്ല എന്നും പഞ്ചായത്തിലെ അധ്യക്ഷ തന്നെ വ്യക്തമാക്കുകയാണ്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. അതിശക്തമായ പ്രതികരണമാണ് എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്.